സർ അതുപോലെ അടുത്തിടെ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചാണ് എന്താണ് ലീഡ് മാഗ്നറ്റ് എന്നുള്ളത്. സർ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരണമെങ്കിൽ, നമ്മളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ, അവരെ ആകർഷിക്കുന്ന ഒരു കാന്തം, ഒരു മാഗ്നറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നാണ് സിംപ്ലി കോൺസെപ്റ്റ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ബൈയിങ് ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു വല്ലാതെ ന്യൂറോളജിക്കൽ പ്രോസസ്സ് അയാളുടെ ബ്രെയിനിൽ നടക്കുകയാണ്. ഒരു വല്ലാത്ത സംഘർഷാവസ്ഥ. അയാളുടെ ഈ ഡിസിഷൻ പ്രോസസ്സ് ഈസിയാക്കാൻ വേണ്ടി ഒരു 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 ഈസി ആക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡോക്ടറുടെ ഒരു ലീഡ് മാഗ്നറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഒരു MBBS ഡോക്ടറാണ്, IIT പോലത്തെ ഒരു കോളേജിൽ നിന്ന് റിസർച്ച് സ്കോളറാണ്. അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു കോൺസെപ്റ്റ്, ഒരു ഫ്രെയിം വർക്ക്, പിന്നെ തിങ്കിങ് ഹാറ്റ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഫ്രീ ട്രയലായിട്ട് നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്. അത് ഇഷ്ടപ്പെട്ട് കൺവിൻസ്ഡ് ആയാൽ മാത്രം നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, ഒരു റിസ്ക്കും ഇല്ല. ഒരു ഫ്രീ ആയിട്ട് ഇത്രയും പോലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അവരുടെ ഡാറ്റ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സെയിൽസ് ടീമിന് വേണമെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ ഡാറ്റ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മാഗ്നറ്റ്, അതിനെ ആകർഷിക്കുന്ന, അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തം നമ്മുടെ കയ്യിലുണ്ടാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ റിസർച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഫ്രെയിം വർക്കും ഒക്കെ ഒരു ലീഡ് മാഗ്നറ്റായിട്ട് ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളത്.